കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിലും ഇത്രയും പേർക്ക്, ഇത്രയും ദൈവജനത്തിന് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ക്ഷേമമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഒരു സന്തോഷിച്ച മുഖം ഒന്ന് കാണട്ടെ. നമ്മൾ തനിച്ചിരിക്കുന്ന കുരികിലിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിലും കുരികിലിന് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനായിട്ടുണ്ട്. നമ്മുടെ കഷ്ടതകളൊന്നും നമുക്ക് കരയാനുള്ളതല്ല, പിന്നെ എന്തിനുള്ളതാണ്? കഷ്ടതകളൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ നമ്മൾ കരഞ്ഞു പോകും, ദുഃഖിക്കും, സങ്കടപ്പെടും, വേദനിക്കും. പക്ഷേ ആ പാട്ടുകാരൻ പാടുന്നത് കഷ്ടതയിലും പാടുവാൻ, കഷ്ടതയിലും പാടുവാൻ. സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീ എനിക്കൊരു ഏത് പാട്ടാ എൻ്റെ നാവിൽ തന്നേക്കുന്നേ? ഒരു പുത്തൻ പാട്ട്, ഒരു പുതിയ പാട്ട്. അപ്പോൾ ഓരോ കഷ്ടതകളും കർത്താവിന് ഓരോ പുതിയ പാട്ടുകൾ പാടാനായിട്ടുള്ളതാണ്. അപ്പോൾ പുതിയ പാട്ടെന്ന് പറയുന്നത് ഇന്ന് എഴുതിയതോ ഇന്നലെ എഴുതിയതോ അല്ല. ഒരു പക്ഷെങ്കിൽ പാട്ട് പഴയതായിരിക്കാം, അതെൻ്റെ ജീവിതത്തിൽ അതൊരു പുത്തൻ അനുഭവമായിട്ട് മാറും. ദൈവവചനവും പാട്ടുകളും ഒക്കെ നമ്മൾ പലപ്പോഴും വായിക്കും, പാടും. പക്ഷെ അതൊരു പുത്തൻ പാട്ടായിട്ട് മാറുന്നത് നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള അവസരങ്ങളാണ്. കഴിഞ്ഞ ദിവസം പ്രിയ ആൻറ്റി പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഒരു വലിയ കഷ്ടതയിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം എനിക്കെന്തിനാ കഷ്ടത തരുന്നത്? അപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർക്ക്, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം കഷ്ടത തരുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. When God comforts us, not to comfort ourselves, അല്ലെങ്കിൽ comfort me, or not to be comfortable, but to comfort others. ദൈവം എന്നെ കഷ്ടതയിലൂടെ നടക്കുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്നത് ഞാൻ ആശ്വാസം കൈക്കൊള്ളാനോ ഞാൻ ആശ്വാസമുള്ളവനായിട്ടിരിക്കാനോ മാത്രമല്ല, ടു കംഫർട്ട് അതേഴ്സ്, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സമയം ഞാൻ ഏകാന്തനായിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏകാന്തത ആഗ്രഹിക്കാത്തവരാണ് കൂടുതലും, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനുള്ള അവസരങ്ങൾ തേടി നടക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എൻ്റെ റൂമിൽ ഞാനിങ്ങനെ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ബൈബിളിലും കൂടുതൽ സമയം ഞാനിങ്ങനെ വെളിയിലോട്ടൊക്കെ നോക്കും, പ്രകൃതിയിലോട്ട് നോക്കും. പ്രകൃതിക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനായിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി ഫോട്ടോഗ്രാഫിയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള, താല്പര്യമുള്ള ഒരാളാണ്, വീഡിയോഗ്രാഫിയൊക്കെ. അപ്പം ഞാനൊരു ദിവസം നോക്കിയപ്പോൾ ഒരു കൊച്ചു കുരുവി, ഞങ്ങളുടെ നാട്ടിലൊക്കെ തൂക്കണാംകുരുവി എന്ന് പറയും, അല്ലെങ്കിൽ ഹണി ബേർഡ്, അതെൻ്റെ ജനലിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. ഓരോ ദിവസവും കൃത്യസമയമാകുമ്പോൾ അത് വന്നിട്ട് പോകും. ഞാനും ചിന്തിച്ച്, എന്തിനാ ഇതിങ്ങനെ വരുന്നേ? ഒരു ദിവസം അതിൻ്റെ ചുണ്ടിൽ ഒരു ചെറിയൊരു നാരുണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് ആ റൂമിൻ്റെ വെളിയിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ആ ജനലിൻ്റെ അടുത്ത് അത് കൊണ്ടുവന്ന് ഒരൊറ്റ കെട്ടിട്ടിട്ട് അത് പിന്നെയും പോയി. എന്നെ നോക്കും, പിന്നെയും പോകും. അങ്ങനെ അനേക ദിവസങ്ങൾ എടുത്തിട്ട് അത് നല്ലൊരു കൂടുണ്ടാക്കി. അപ്പോൾ ഞാനിതിനെ വളരെ അതിശയത്തോടെ നോക്കുകയാണ്. ഞാൻ എൻ്റെ ക്യാമറയുടെ സ്റ്റാൻഡും ക്യാമറയൊക്കെ എടുത്ത് ജനലിൻ്റെ അടുത്ത് സെറ്റ് ചെയ്തു. ഓരോ ദിവസവും ഈ കുരുവി വരുന്ന സമയം നോക്കി ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ അതിനെ ആ കുരുവി കൂടുണ്ടാക്കുന്നതും
അതിൻ്റെ ആ പോക്കും വരവും സന്തോഷവും എല്ലാം ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തു. അത് ആ കൂട്ടിൽ മുട്ടയിട്ടു. ഞാനിങ്ങനെ ഓൺലൈനിലൊക്കെ നോക്കി എത്ര ദിവസം എടുക്കും ഇത് വിരിയാൻ. അതെല്ലാം എനിക്ക് ഷൂട്ട് ചെയ്യണം. ആ മുട്ടകൾ വിരിയാറിനുള്ള സമയമായി. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ആ കൂട് താഴെ കിടക്കുന്നു. എന്താ സംഭവിച്ചതെന്ന് നോക്കിയാൽ എൻ്റെ മമ്മി പ്രായമുള്ളതാണ്. ഇങ്ങനെ നടന്ന് അവിടെയൊക്കെ പോയപ്പോൾ അവിടെ എന്തോ ഒരു കാടും പടലും പോലൊക്കെ തോന്നി. കൂടായിട്ട് തോന്നത്തില്ല. അത് വലിച്ചു പറിച്ച് താഴെ ഇട്ടിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ആ മുട്ടയിൽ ജീവന്റെ തുടുപ്പുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ കുരുവി, അതിനു മുമ്പ് എൻ്റെ ശബ്ദം കേട്ടാൽ ആ കുരുവി ഓടുമായിരുന്നു. പക്ഷെങ്കിൽ ആ കുരുവി വന്ന് ഒറ്റയ്ക്ക് എന്തോ എന്നോട് സങ്കടം പറയാനുള്ളതുപോലെ ആ കുരുവി വന്ന് ആ കൊമ്പിലിരിക്കും. എന്നെ കാണുമ്പോൾ അത് ഓടില്ല, അത് പറന്നു പോകത്തില്ല. എന്നോട് ഒത്തിരി ആ കുരുവി സംസാരിച്ചു. അങ്ങനെ ആ കുരുവി എന്നോട് സംസാരിച്ച കുറെ പാഠങ്ങളുണ്ട്. പ്രകൃതി നമ്മളോട് സംസാരിക്കും കേട്ടോ. നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് സംസാരിക്കും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സങ്കടങ്ങളിലും കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും വേദനകളിലും നമ്മൾ ദൈവത്തിൽ നിന്നും ഓടി മറയുകയല്ല, ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലണം. ശാന്തമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കണം. കർത്താവിന് നമ്മളോട് പറയാനുള്ളത് നമ്മൾ കേൾക്കണം. ബൈബിളിൽ 6 കുരുവികളെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ എത്ര കുരുവികളെ കണ്ടുപിടിച്ചു എന്ന് എനിക്കറിയില്ല. 5-6 കുരുവികളെ കുറിച്ച് അവിടെ ഇവിടങ്ങളായിട്ട് പറയുന്നുണ്ട്. അതിലൊന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാനായിട്ട് നമ്മുടെ മുമ്പാകെ സമയമുള്ളൂ. മറ്റുള്ളത് ഞാൻ വളരെ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. മടങ്ങി വരാം. നമുക്ക് 102-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. 102-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. ചിലരുടെ വരുന്നോണ്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ നീട്ടിയതായിരുന്നു. 102-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. ഞാൻ ഉറക്കളച്ചിരിക്കുന്നു, വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു. വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ ആകുന്നു. എന്താണ് ഏകാന്തത? എഴുതുന്നവർക്ക് വളരെ പെട്ടെന്ന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടന്നു പോകാം. ഏകാന്തത എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്, ഞാനൊന്ന് പറയാം. ഏകാന്തത എന്ന് പറയുന്നത് തനിച്ചായിരിക്കുന്നതിൽ നിന്നോ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നതിലൂടെയോ നമ്മൾക്ക് അനുഭവപ്പെട്ടേക്കാവുന്ന മാനസികമോ വൈകാരികമോ ആയ ഒരവസ്ഥയാണ് ലോൺലിനെസ് എന്ന് പറയുന്നത്, ഏകാന്തത എന്ന് പറയുന്നത്. ലോൺലിനെസ് ഈസ് ദ മെന്റൽ ഓർ ഇമോഷണൽ ഡിസ്കംഫർട്ട് that we may experience from either being alone or feeling as though we are alone. അപ്പോൾ നമ്മൾ തനിച്ചായിരിക്കുന്നതിൽ നിന്നോ ഒറ്റയ്ക്കാണെന്നുള്ള ആ തോന്നലിലോ നമ്മൾക്ക് അനുഭവപ്പെട്ടേക്കാവുന്ന മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയ്ക്കാണ് ഏകാന്തത എന്ന് പറയുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആരും ഏകരല്ല, ഒറ്റയ്ക്കല്ല. ഒരിക്കലും കർത്താവ് നമ്മളെ ഒറ്റയ്ക്ക് ആക്കുകയില്ല. പക്ഷേ ഈ ഒരു ഏകാന്തത നമ്മൾക്കൊരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന ഒന്നാണ്. എന്നാൽ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ APA എന്ന് പറയുന്ന ആ ഒരു മെഡിക്കൽ സംഘടനയുണ്ട്. അവർ കൊടുക്കുന്ന ഒരു ഡെഫിനിഷനുണ്ട്. അവർ പറയുന്ന ഡെഫിനിഷൻ ഇതാണ്: ഒറ്റയ്ക്കോ അല്ലാതെയോ തനിച്ചായിരിക്കുന്നതിൽ നിന്ന് നമ്മൾ സ്വയമായിട്ട് അനുഭവിക്കുന്ന സ്വാധീനപരവും വൈജ്ഞാനികപരവുമായിട്ടുള്ള ഒരസ്വസ്ഥതയാണ് ഈ ഏകാന്തത എന്ന് പറയുന്നത്. അതിന് സ്വല്പം കൂടെ ഒരു വ്യത്യസ്തതയിലേക്ക് പോവുകയാണ്. അത് ഇച്ചിരി മെഡിക്കലിലേക്ക് പോവുകയാണ്. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ: നമ്മളുടെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ അതെന്തുമാകാം, സാമൂഹികമായിട്ടുള്ള സോഷ്യൽ ബീയിങ് ആയിരിക്കുന്ന
ഒരു മനുഷ്യൻ സാമൂഹികമായിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാത്തതിൽ നിന്നും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സാമൂഹിക ബന്ധം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാനുള്ള കഴിവില്ലായ്മയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഈ ലോൺലിനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നാൾ നമ്മൾ ചെയ്തു വന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത് പോലെ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, അപ്പോഴാണ് ഈ ലോൺലിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതിനാണ് അതിൻ്റെ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിലേക്കൊക്കെ നമ്മൾ പോകാറുള്ളത്. അപ്പോൾ ഈ ഒരു ഏകാന്തത എവിടെയാണ് വരുന്നത്? അപ്പൊ ഈ ഏകാന്തത എന്ന് പറയുന്നത് നമ്മളുടെ ആങ്സൈറ്റിയെയും ഡിപ്രഷനെയും പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ഈ ലോൺലിനെസ്സിനെ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോൺലിനെസ് എന്ന് പറയുന്നത് ഒരു ഡിസീസ് ആണോ എന്ന് ചിന്തിച്ചാൽ അത് ഡിസീസ് അല്ല. എന്നാൽ ഡിസീസ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, അത് ഡിസീസാണ്. അത് പലവിധ പ്രശ്നങ്ങൾക്കും തുടക്കമാകുന്നു എന്നാണ് മെഡിക്കൽ സയൻസ് പോലും പറയുന്നത്. അതിനെ ഒരു രോഗത്തിലേക്ക് നയിക്കണോ വേണ്ടായോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. അപ്പോൾ ഈ ഒരു അസ്വസ്ഥത, ഈ ഒരു അവസ്ഥ, ഈ ഒരു വികാരം എല്ലാവരുടെയും ജീവിതത്തിൽ, ഈ ഭൂമിയിൽ മനുഷ്യരായിട്ട് ജീവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള ഒന്നാണ്. നിങ്ങൾ സ്കൂളിൽ ഒരു കവിത ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വില്യം വേർഡ്സ്വർത്തിന്റെ സോളിറ്ററി റീപ്പർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? നമ്മളൊക്കെ ഒരു പക്ഷെങ്കിൽ പഴയ ആളുകൾ പോലും പഠിച്ചിട്ടുള്ള ഒരു കവിതയാണ് സോളിറ്ററി റീപ്പർ. നമ്മളെല്ലാം കാണാതെ പഠിച്ച് എഴുതി മാർക്ക് മേടിച്ച ഒരു കവിതയാണ്. റൊമാൻറ്റിക് പോയറ്റാണ് ഈ വില്യം വേർഡ്സ്വർത്ത്. അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് സോളിറ്ററി റീപ്പർ. അത് അദ്ദേഹത്തിന്റെ പെങ്ങളാണെന്ന് തോന്നുന്നു. പെങ്ങളെ അവളുടെ ജീവിതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയ ഒരു കവിതയാണ്. അതിലൊരു വരി ഇങ്ങനെയാണ്: അവൾ ഒറ്റയ്ക്ക് കൊയ്യുകയും പാടുകയും ചെയ്യുന്നു. അവൾ ഒറ്റയ്ക്ക് കൊയ്യുകയും പാടുകയും ചെയ്യുന്നു. അന്നൊന്നും ഇതൊന്നും മനസ്സിലായില്ല. അത് കാണാതെ പഠിച്ചു, എഴുതി, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടി, നമ്മളിങ്ങനെ പോയി. പക്ഷെ പിന്നീട് അതിന്റെ വരികൾ, അവൾ ഏകാന്തിയാണ്, അവൾക്ക് കരയണമെന്നുണ്ട്, അവൾക്ക് പിറുപിറുക്കണമെന്നുണ്ട്, അവൾക്ക് നിലവിളിക്കണമെന്നുണ്ട്. പക്ഷേ ആ നൈറ്റിംഗേളിന്റെ ശബ്ദവും അല്ലെങ്കിൽ ഒരു കൊച്ചു കുരുവിയുടെ, ഒരു ബേർഡിന്റെ ശബ്ദം പോലും തിരമാലകളെ കീറി മുറിച്ച് അവളുടെ ചെവിയിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് ഒരിക്കലും ഒരു രോഗത്തിന് കാരണമായി തീരരുത്, ഒരു പ്രയാസത്തിന് കാരണമായി തീരരുത്. അതിനു മുമ്പ് തന്നെ അതിനുള്ള റെമഡി നമ്മൾ തന്നെ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തണം? നമ്മൾ ബൈബിൾ ക്ലാസ്സിന് പോയാലോ, ഇതേപോലെ പ്രഭാത ധ്യാനത്തിന് പോയാലോ, കൺവെൻഷൻ മെസ്സേജിന് പോയാലോ, അവിടെയൊക്കെ നമുക്ക് കിട്ടുന്നതൊക്കെ വളരെ തുലവും വിരളമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും പൂർണ്ണമായിട്ട് നമ്മളെ തൃപ്തിയിലേക്ക് നയിക്കത്തില്ല. അതിന് പരിഹാരം വരുത്തണമെങ്കിൽ ആർക്ക് പറ്റുമെന്നറിയാമോ? ദൈവത്തിന് പറ്റും, തീർച്ചയായിട്ടും അത് ശരിയാണ്. നിങ്ങൾ സങ്കീർത്തനം വായിച്ചാൽ ആവർത്തിച്ച് വായിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, എൻ മനമേ. വായിച്ചിട്ടുണ്ട്? ഇതാരാ ഈ പുള്ളി? ഏതാ? എൻ മനമേ. എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. എൻ മനമേ നീ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്ത്? എൻ മനമേ നീ പിന്നെയും. ഇതാരാ? ആരോടാ? ഈ ഏകാന്തതയിൽ നമ്മളോട് സംസാരിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ മനസ്സിനോട് നമ്മൾ സംസാരിക്കണം. നമ്മുടെ മനസ്സിനെ നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. എൻ്റെ മനസ്സിന് വേണ്ടുന്ന പോഷണം എനിക്ക് കൊടുക്കാനായിട്ടിടയായി തീരണം. യൂദയുടെ ലേഖനത്തെ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മീക വർധന വരുത്തണം. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആത്മീക വർധന വരുത്തണം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ ഒരു വിഷയം ഞാനിങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ എഴുതി വെച്ചു. എന്താണ് ഇങ്ങനെയുള്ള ലോൺലിനെസ്സിന് കാരണം? ഏറ്റവും ആദ്യമായിട്ട് കാരണമെന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരുടെ വേർപാട്
നമ്മളെ ഏകാന്തതയിലേക്ക് നയിച്ചെന്ന് വരാം. കാരണം അത്രയും നാൾ നമ്മൾ ഏകരല്ല, എന്നോട് കൂടെയുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഒരു തക്ക തുണയെ ദൈവം തരും. അപ്പോൾ നമ്മൾ ജീവിച്ചിങ്ങനെ വരുമ്പോൾ വേർപാടെന്ന് പറയുന്നത് നമുക്ക് സഹിക്കാനായിട്ട് പറ്റത്തില്ല. പൗലോസ് പറയുന്നത് നമുക്ക് ദുഃഖമുണ്ട്, പക്ഷെങ്കിൽ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്. ദുഃഖമുണ്ട്, കരച്ചിലുണ്ട്, വേദനയുണ്ട്, പക്ഷെങ്കിൽ ഏകാന്തത, നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട്, അല്ലെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ ഇൽനെസ്, ഒരു സുപ്രഭാതത്തിൽ നമ്മൾ രോഗിയായിത്തീരുന്നു. നിമിഷ നേരം കൊണ്ട് നമുക്ക് രോഗിയായിത്തീരാം. ഏത് മനുഷ്യനും, എത്ര ആരോഗ്യമുള്ള വ്യക്തിക്കും ഒരു നിമിഷ നേരം കൊണ്ട് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടേക്കാം. നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ ശക്തിയുള്ള, വി ആർ സോ സ്ട്രോങ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. ഒരു നിമിഷം കൊണ്ട് നമ്മൾ രോഗിയായിത്തീരാം, നമ്മൾ വേദനയിലേക്ക് കടന്നുപോയെന്ന് വരാം. അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് പോകുന്ന ഏതെങ്കിലും മേഖലകളിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു റിട്ടയർമെന്റ്, അതിൽ നിന്നൊരു വിരമിക്കൽ. എനിക്കറിയാം, ഈ കോവിഡ്-19 കാലഘട്ടത്തിൽ നമ്മുടെ ഒരു സഹോദരൻ രാവിലെ പതിവ് പോലെ ഓഫീസിലേക്ക് പോകാൻ താൻ തയ്യാറെടുക്കുകയാണ്. ഇനി ഒന്നുമില്ല, മൊബൈലും വണ്ടിയുടെ ചാവിയും എടുത്താൽ മതി. ഒരു മെസ്സേജ് വരുന്നു, യു ആർ ഡിസ്മിസ്ഡ്. ഓഫീസിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന നമ്മുടെ ഒരു സഹോദരനാണ്. നിമിഷ നേരം കൊണ്ട് മതി, അത് മതി. എങ്ങനെ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം, എങ്ങനെ എൻ്റെ മക്കളുടെ ഭാവി കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സ്വരുക്കുട്ടിയാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചാണ് മുന്നോട്ട് വരുന്നത്. ഇനി എങ്ങനെയാ കാര്യങ്ങൾ? ഒരുപക്ഷെങ്കിൽ നമ്മളെ ഏകാന്തതയിലേക്ക്, ലോൺലിനെസ്സിലേക്ക് ഒരുപക്ഷെങ്കിൽ നമ്മളെ നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഭർത്താവ് ഉണ്ടായിരിക്കാം, ഭാര്യ ഉണ്ടായിരിക്കാം, മക്കൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഒറ്റയ്ക്ക് അധ്വാനിക്കേണ്ട ഒരവസ്ഥ, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരവസ്ഥ അതിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെങ്കിൽ നമ്മൾക്ക് ലോൺലിനെസ്സിലേക്ക് നമ്മളെ നയിച്ചു എന്ന് വന്നേക്കാം. ഏതെല്ലാം രോഗങ്ങൾക്ക് ഇത് കാരണമാകുമെന്നറിയാമോ? ഒരുപക്ഷെങ്കിൽ നമ്മളുടെ തിരിച്ചറിവിനെ ഒരുപക്ഷെങ്കിൽ ഈ രോഗം ബാധിച്ചേക്കാം. എന്ന് പറഞ്ഞാൽ, മുമ്പിൽ വന്ന് നിന്ന് നമുക്ക് എത്രയും പ്രിയപ്പെട്ടവര് സംസാരിച്ചാലും ഇത് ഇന്ന വ്യക്തിയാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയെന്ന് വരാം. എന്തെല്ലാം രോഗങ്ങൾ, ഡിപ്രഷൻ, അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ എന്തെല്ലാം രോഗങ്ങൾക്ക് അത് കാരണമായി തീരും. പലപ്പോഴും നമ്മൾ കഴിക്കുന്ന മെഡിസിൻ അത് എന്തിനാണെന്ന് പോലും നമ്മളോട് പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ നമ്മളത് കഴിക്കില്ല. ഞാൻ ചില വർഷങ്ങൾ വരെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. ഒരിക്കൽ ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, ഏത് മെഡിസിനാണ് കഴിക്കുന്ന? ഇന്ന മെഡിസിൻ. ബ്രദറിന് എന്തൊക്കെ രോഗമുണ്ട്? അടുത്ത ചോദ്യം. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, ഇതിന് മെഡിസിനേക്കാൾ നമ്മളെ ശക്തീകരിക്കുന്ന, നമ്മളെ ദൈവസന്നിധിയിൽ നമ്മളെ യോഗ്യരാക്കുന്ന, പൗലോസ് പറയുകയാണ്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. അപ്പോൾ ഏകാന്തത, ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, എനിക്ക് പറ്റില്ല, എനിക്ക് കഴിവില്ല, എനിക്കിനി എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല. അവിടെയാണ് ദൈവത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അവിടെ ദൈവം തന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 102-ാം സങ്കീർത്തനം, അതിൻ്റെ ചില വിശദീകരണങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായി. ഇനി നിങ്ങൾക്ക് ദൈവം അനുവദിച്ചാൽ വരുന്ന നാളുകളിൽ ഈ ഒരു ചിന്ത നിങ്ങൾക്ക് കൂടുതൽ അത് ഫ്ലറിഷായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ആ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് ചിന്തിക്കുക. കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകും. അതുകൊണ്ട് ഇന്ന് വലിയ എക്സ്പ്ലനേഷന് ഞാനൊന്നും പോകുന്നില്ല. കൂടുതൽ ധ്യാനചിന്തകൾ പറയുന്നതിലും ഉപരിയായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 102-ാം സങ്കീർത്തനത്തെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിച്ച് നമുക്ക് പഠിക്കാം എന്ന് ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. ഇതൊരു പെനിറ്റൻഷ്യൽ സാമാണ്.
ഇതൊരു ആത്മതപനത്തിന്റെ അല്ലെങ്കിൽ ഒരു സമർപ്പണത്തിന്റെ ഒരു സങ്കീർത്തനമാണ്. അതുപോലെ തന്നെ ഇതൊരു മെസ്സിയാനിക് സാമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ ജീവിതം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ, ഇതിനോടുള്ള ബന്ധത്തിലൊക്കെ ഈ സങ്കീർത്തനത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6-ാമത്തെ സങ്കീർത്തനവും ഈ സങ്കീർത്തനവും ചേർത്ത് നമ്മൾ പഠിക്കുന്നതും നന്നായിരിക്കും. ഈ സങ്കീർത്തനത്തിലെ 1-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ, 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദ ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിലെ മാറി മാറി വരുന്ന സാഹചര്യങ്ങൾ ഒരു പക്ഷെങ്കിൽ നമ്മളെ ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളെ കടത്തിവിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ അഫ്ലിക്റ്റ് ആകും, ദൈവം നമ്മളെ ഒപ്രസ് ചെയ്യും, ദൈവം നമ്മളെ തകർത്ത് കളയും. അപ്പോൾ ആ തകർക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ദൈവനാമ മഹത്വമാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് കർത്താവ് ഈ മരണം അല്ലെങ്കിൽ ഈ ദുഃഖം, ഈ വേദന എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയാണ്. വളരെ രോഗത്തിലൂടെ, പ്രയാസത്തിലൂടെ, കഷ്ടതയിലൂടെ, അതായത് മുന്നോട്ടൊന്നും പ്രതീക്ഷയില്ലാത്ത ഒരു രോഗം ബാധിച്ച് ഒരു സഹോദരി ആയിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നു. എങ്ങനെയായി സഹോദരിയെ ആശ്വസിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തീർച്ചയായിട്ടും പൊട്ടിത്തെറിക്കും, യാതൊരു സംശയവുമില്ല. നമ്മൾ എത്ര ആത്മീയരാന്ന് പറഞ്ഞാലും നമ്മൾ ആ വേദനയിലൂടെയും പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഉപദേശങ്ങളാണ്. ശരിയോ തെറ്റോ? അത് നമുക്ക് തലവേദനയായിട്ട് തോന്നും. നമ്മൾ ദൈവത്തോട് ചിലപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പോകും, ദൈവമേ ഈ ഉപദേശം, ഈ ടീച്ചിങ് ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ ഞാൻ എല്ലാം കൂടെ, എൻ്റെ ഉപദേശം എല്ലാം കൂടെ ഒന്നൊന്ന് കൺസൈസ് ചെയ്ത് ഒരൊറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു, ആൻറ്റി, ദൈവം നമുക്ക് കഷ്ടതകൾ തരുന്നത് ദൈവനാമ മഹത്വത്തിനാണ്. ആ സഹോദരി പൊട്ടിത്തെറിച്ചു പോകും. ആ സഹോദരി പറഞ്ഞു, ഈ കഷ്ടതയിലൂടെ ദൈവത്തിന് എന്നാ ചെയ്യാനാണെന്ന് ചോദിച്ചു. എനിക്ക് ഈ കഷ്ടത തന്നതുകൊണ്ട് ദൈവത്തിന് എന്നാ ചെയ്യാനാണ് ചോദിച്ചു പോകും. പ്രിയമുള്ളവരെ, ഒരുപക്ഷെങ്കിൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞെന്ന് വരാം, അവരെ നമ്മൾ ഒരു വല്ലാത്ത കണ്ണുകൊണ്ട് ഒരുപക്ഷെങ്കിൽ നമ്മൾ കണ്ടെന്ന് വരാം. അത് ചെയ്തു പോകും പ്രിയമുള്ളവരെ. കാരണം അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റാത്തത് അങ്ങനെയുള്ള വേദനകളിലൂടെ നമ്മൾ കടന്നു പോകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവദാസന്മാർക്ക്, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ദൈവം കൊടുക്കുന്ന കഷ്ടതയും സങ്കടവും എന്ന് പറയുന്നത് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് എത്ര പേരുണ്ടോ അത്രയും പേർക്ക് എന്തെല്ലാം കഷ്ടതകളും വേദനകളും വരാമോ അതെല്ലാം കൂടെ ചേർത്തായിരിക്കും ആർക്ക് കൊടുക്കുന്നേ? ദൈവദാസന്മാർക്ക് കൊടുക്കുന്നേ. കാരണം പൗലോസ് പറയുന്നത് എങ്ങനെയാ? യാതൊരു കഷ്ടത്തിലും ഉള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ഞങ്ങളുടെ കഷ്ടത്തിലൊക്കെയും ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, മരിക്കുമോ എന്നല്ലെങ്കിൽ നിരാശ തോന്നുമാറ്, അങ്ങനെയാ പൗലോസ് പറയുന്നത്, നിരാശ തോന്നുമാറ് അത്രമാത്രം ഞങ്ങൾ മരണത്തിന്റെ വക്കോളം ഞങ്ങൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കഷ്ടതയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയെന്ന് വരാം. ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. ആ രാജാവിന്റെ കസേരയിൽ കയറ്റിയിരുത്താൻ ഇനി നിമിഷങ്ങൾ മതി. പക്ഷേ ദൈവം വർഷങ്ങൾ എടുത്തു ആ കസേരയിലോട്ടൊന്ന് വരാൻ. ആ സമയമെല്ലാം ദാവീദ് അനുഭവിച്ച ഒരു വികാരം, ഒരു അസ്വസ്ഥതയുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നേ? ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിട്ടുണ്ട് ഒരു പൊസിഷനിലേക്ക്. നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ദാവീദേ, നിനക്ക് ആ ജനത്തെ നയിക്കുവാൻ ഇത്രയും നാള് നിനക്കുള്ള എക്സ്പീരിയൻസ് ഒന്നും പോരാ. നീ ഗോലിയാത്തിനെ കൊന്നതുപോലൊന്നും നോക്കത്തില്ല. ശൗലി ചോദിച്ചു, നിനക്കെന്താ യോഗ്യത? എനിക്ക് 2 ക്വാളിഫിക്കേഷൻ ഉണ്ട്. 1 സിംഹം, 2 കരടി. അതിനെ കൊന്നാൽ എന്താ? നോ, 2 കാര്യങ്ങൾ ദാവീദ് എടുത്തു പറയുകയാണ്. 1, ഞാൻ ആ കരടിയെ കീറിക്കളഞ്ഞ്, ആ സിംഹത്തെ കീറിക്കളഞ്ഞ് എൻ്റെ കുഞ്ഞാടിനെ ഞാൻ രക്ഷിച്ചു. ഓർത്തോണേ, അടിവാരെ ഇട്ടോണം. എൻ്റെ കുഞ്ഞാടിനെ രക്ഷിക്കാൻ വേണ്ടിയാ കരടിയെ നിന്റെ അടുക്കലേക്ക് അയച്ചേ, സിംഹത്തെ നിന്റെ അടുക്കലേക്ക് അയച്ചേ. നീ അവരെ കീറിക്കളഞ്ഞില്ലേ? മറ്റൊന്നിനുമല്ല, നിന്റെ ശക്തി തെളിയിക്കാനല്ല, നിന്റെ കഴിവ് തെളിയിക്കാനല്ല, നിന്റെ മിടുക്ക് തെളിയിക്കാനല്ല.
ആ പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നത് കുഞ്ഞാടിനെ രക്ഷിക്കാനാണ്. ദാവീദിനെ അഭിഷേകം ചെയ്തപ്പോൾ ദൈവം ചോദിക്കുക, ആർ യു ഏബിൾ? ഈ ജനത്തെ നയിക്കാൻ, നിന്റെ കുഞ്ഞാടുകളെ കംഫർട്ട് ചെയ്യാൻ, ആശ്വസിപ്പിക്കാൻ? നോ. 10 വർഷം മതിയോ? പോരാ. 15? എത്രയോ വർഷങ്ങൾ താൻ കാട്ടിൽ, എത്രയോ വർഷങ്ങൾ, എത്രയോ രാത്രികൾ താൻ ആകാശത്തേക്ക് നോക്കി ആ വെറും പ്രദേശത്ത് കിടന്നിട്ടുണ്ട്. അന്നേരം എല്ലാം ദാവീദ് പാടി, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നമ്മളായിരുന്നെങ്കിലോ ബ്രദറൻ സഭ വിട്ടുപോയെന്നെ. ഒറ്റ ഒരു വ്യക്തി കസേരയൊന്നും എഴിഞ്ഞു തരത്തില്ലല്ലോ. എന്നാ എനിക്കങ്ങോട്ടൊന്ന് കയറിയിരിക്കാൻ പറ്റുന്നേ? എന്നാ എനിക്കൊരു സങ്കീർത്തനം വായിക്കാൻ പറ്റുന്നേ? എന്നാ എനിക്കൊരു ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നേ? ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ നമ്മൾ? പല മീറ്റിങ്ങുകൾക്ക് വന്നിരിക്കുമ്പോൾ കർത്താവിനെ ആരാധിക്കേണ്ടതിന് പകരം, ആ ബ്രദർ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല. കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മുടെ മനസ്സിൽ വന്നു പോകും. പക്ഷേ നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ എനിക്കൊന്ന് ഉരുക്കി വാർത്തെടുക്കണം. മോശയെ ദൈവം വിളിച്ചില്ലേ? മോശയെ ദൈവം വിളിച്ചു. മോശയോട് ദൈവം ചോദിച്ചു, എന്റെ ഭാഷാന്തരമാണല്ലോ, നീ റെഡിയായോ എന്റെ ജനത്തെ വിട്? അതെ, ഞാൻ റെഡിയായി. ദൈവം പറയും, എന്നോ നീ റെഡിയായില്ല. നീ 40 പടികൾ നീ കയറിപ്പോയില്ലേ? ആ 40 പടികളും ഇങ്ങ് താഴെ ഇറങ്ങിയിട്ട് എന്റെ പർവ്വതമായ ആ ഹോരേബിന്റെ അടിവാരത്തിൽ നീ വരണം. നീ വാക് സാമർഥ്യമുള്ളവനല്ലേ? നീ മിടുക്കനല്ലേ? കഴിവുള്ളവനല്ലേ? സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ അങ്ങനെ വായിക്കുന്നേ. He was so eloquent in words and preach. മോശ പക്ഷെങ്കിൽ 40 കൊല്ലം കഴിഞ്ഞപ്പോൾ ദൈവം വിളിച്ചു, റെഡിയാണോ? ഞാൻ റെഡിയായില്ല. നീ എന്നെ വേലയ്ക്ക് വിളിച്ചിട്ട് ഇപ്പോൾ എനിക്ക് ഫറവോനെന്ന് പറയണമെങ്കിൽ 6 വാക്ക് പറഞ്ഞാലേ എനിക്ക് ഫറവോനെന്ന് ക്ലിയറായിട്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ വിക്കനായിപ്പോയി, ഞാൻ തടിച്ച നാവുള്ളവനായിപ്പോയി. ഐ എം നോട്ട് റെഡി. അപ്പോഴാ നീ യോഗ്യനായി. നമ്മൾ വിചാരിക്കും നമ്മളെ എല്ലാം ഓക്കെ ആക്കിയിട്ട് കർത്താവിന്റെ വേലയ്ക്ക് നമ്മളെ ഉപയോഗിക്കുന്ന ദൈവമാണ്. നല്ലെന്നേ, നമ്മളെ അടിച്ച് തകർത്തിട്ട് ബലഹീനനാക്കിയിട്ട് കർത്താവിന്റെ കൃപ പകർന്നു തന്ന് ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന, അത്യന്തം വ്യാപരിക്കുന്ന ആ ദൈവകൃപ എന്നിൽ പകർന്ന് എന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. എന്റെ ശക്തിയോ എന്റെ മിടുക്കോ എന്റെ കഴിവോ എന്റെ വാക്കുകളോ ഇതൊന്നുമല്ല ദൈവജനത്തിന് വേണ്ടത്. നമ്മൾ കേവലം ഒരു ഉപകരണമായിട്ട് നിൽക്കാൻ നിനക്ക് പറ്റുമോ? ഞാൻ തരുന്നത് അതുപോലെ പോകാൻ, അതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ, നിന്റെ ബുദ്ധിയിലൂടെയല്ല. ഞാൻ എന്റെ ദാസൻ എന്ന് പറയത്തക്ക നിലയിൽ ഞാൻ ചെയ്യുന്നതിന് പകരം എന്റെ ശുശ്രൂഷ ചെയ്യാൻ. അതെ, അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുക. എത്രയോ സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതി. അതെല്ലാം ഉറക്കം വരാത്ത രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന്, അല്ലെങ്കിൽ എഴുന്നേറ്റിരുന്ന് അത് വായിച്ചിട്ട് ഞാനും നിങ്ങളും കിടന്നുറങ്ങണമെങ്കിൽ ദാവീദിന് എത്രയോ രാത്രികൾ ദൈവം ഉറക്കം കെടുത്തി. ഞാൻ ഉറക്കളച്ചിരിക്കുന്നു. നിന്റെ ഉറക്കളപ്പ് അനേകരുടെ ശാന്തമായ ഉറക്കത്തിന് കാരണമായി തീരുന്നെങ്കിൽ, കർത്താവേ, നീ എനിക്ക് തന്ന ഈ കഷ്ടതയ്ക്കായിട്ട് സ്തോത്രം പറയുവാനിടയായി തീരണം. ഒരു ഭക്തൻ ഇങ്ങനെയാ പറഞ്ഞത്, എൻ്റെ കണ്ണിൽ നിന്ന് മടർന്നു വീഴുന്ന ഓരോ കണ്ണുനീർത്തുള്ളികളും തുടയ്ക്കാൻ ഒരു മുറിഞ്ഞ കരമുണ്ടെങ്കിൽ, ദൈവമേ, നീ തരുന്ന ഓരോ കണ്ണുനീരിനായിട്ടും സ്തോത്രം. മനുഷ്യരൊക്കെ നമ്മുടെ കണ്ണുനീരൊപ്പുമ്പോൾ അതിൽ ആ മുറിഞ്ഞ കരത്തിന്റെ പാട് കാണത്തില്ല. ആ മുറിഞ്ഞ കരത്തിന്റെ പാട് കാണത്തില്ല. പക്ഷെ എൻ്റെ കർത്താവ് എൻ്റെ കണ്ണുനീരൊപ്പുമ്പോൾ ഉണ്ടല്ലോ, ആ മുറിഞ്ഞ കരത്തിന്റെ ആ സ്പർശന ശക്തി നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഭൂമിയിൽ മാത്രമല്ല, അവിടെയും നമുക്ക് കണ്ണുനീരുണ്ടാവുമെന്നാണ് പറയുന്നല്ലേ. അവൻ നിങ്ങളുടെ കണ്ണുനീരൊക്കെയും തുടച്ചു കളയും. ഒത്തിരി കാരണങ്ങളുണ്ട് അതിന്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, മാറി മാറി വരുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തകർച്ചയിലേക്ക് വരുന്ന ഒരാദ്യ പടിയായിട്ട്
ഈ ഏകാന്തത നമ്മളെ തനിച്ചാക്കി എന്നോട് ഹൃദ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി എന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന, എന്നെ ഒറ്റയ്ക്ക് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് കഷ്ടതയിൽ നമ്മൾ കരഞ്ഞ് അലമുറയിട്ട് വേദനിച്ച് നമ്മൾ നിരാശയിലേക്ക് പോയി കർത്താവിനെ തള്ളിപ്പറയുന്ന ഒരു രംഗത്തിലേക്ക് പോകരുത്. നിങ്ങൾക്കറിയാമോ, മാർത്ത, മറിയ, ലാസർ, ഇതിലാരാ ഏറ്റവും കൂടുതൽ കർത്താവിനെ സ്നേഹിച്ചേ? നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുള്ള ഭാഗമല്ലേ, ഒരുപാട് പഠിച്ചിട്ടും പ്രസംഗിച്ചിട്ടുള്ളതല്ലേ, ചിന്തിച്ചിട്ടുണ്ടോ? ആരായിരിക്കും? അതിലൊരു ബ്രദറുകാരി ഉണ്ടായിരുന്നു. ആരാ? 24 മണിക്കൂറും ബൈബിൾ പഠിക്കുന്നേ, എപ്പോഴും കർത്താവിന്റെ കാൽക്കൽ, വചനം മാത്രം. മറ്റുള്ളവരെല്ലാം നമ്മളെക്കുറിച്ച് പറയുന്ന അങ്ങനെ. വചനത്തിന്റെ കാര്യത്തിൽ നമ്മളെ വേറെ ആരെയും വേണ്ട. തന്റെ സഹോദരൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, പറഞ്ഞുവിട്ട്, ആളിനെ പറഞ്ഞുവിട്ട്. ആരാ മരിച്ചേ? ആരാ മരിച്ചേ? നിനക്ക് പ്രിയനായവൻ. ആ വാക്കിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ ആ വാക്കിനകത്ത്? ഉണ്ടോ? പറഞ്ഞിട്ടില്ലേ കർത്താവിനോട്? നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് പ്രിയനായവൻ, എൻ്റെ സഹോദരനല്ല, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നീ വേണമെങ്കിൽ വന്ന് സൗഖ്യമാക്കാൻ, എനിക്ക് ആശുപത്രിയിലൊന്നും കൊണ്ടുപോകാൻ വയ്യ, നിനക്ക് പ്രിയനായവൻ. അവൾ വിചാരിച്ചു കർത്താവ് വരും. കർത്താവ് വന്ന് എന്താ ചെയ്യുന്നത്? കർത്താവ് വന്ന് എന്ത് ചെയ്യും? പണ്ട് നയമാൻ വിചാരിച്ച പോലെ ആട്ടി സൗഖ്യം. അങ്ങനെയൊക്കെ നമുക്കൊരോ പ്രതീക്ഷയുണ്ട് കർത്താവിനെ കുറിച്ച്. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് പ്രാർത്ഥന കേൾക്കും. അല്ലെങ്കിൽ ഇന്ന് എന്നെ സൗഖ്യമാക്കും, നാളെ എന്നെ സൗഖ്യമാക്കും. കർത്താവ് ദാണ്ട് ഇറങ്ങി വരുന്നു, ആകാശം ചായ്ച്ച് ഇറങ്ങി വന്നു. ഇന്ന് സഭയിൽ കർത്താവ് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാൻ പോവാൻ. ഒന്നും ചെയ്യുന്നില്ല. കർത്താവ് ശാന്തനായിരിക്കുക, കർത്താവ് മിണ്ടാതിരിക്കുക. ഏറ്റവും ഒടുവിൽ മരിക്കുന്നതിന് മുമ്പ് വന്നില്ല. പിന്നെ അവൾ വിചാരിച്ച് കാണും, ആ ശവോടക്കിന് മുമ്പെങ്കിലും ഒരു നോക്ക് കാണാൻ, ഒന്നെന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ. അല്ലെ, നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മാറ്റപ്പെടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലരൊക്കെ ഉണ്ട്, അല്ലേ? അവര് വരുന്നില്ല. പിന്നെ ജീവിതകാലം അവരോട് നമ്മൾ ദൂരെ കൂടെ പോയാലും നമ്മൾ ഈ സൈഡിൽ കൂടെ അങ്ങ് പോകത്തില്ല. അത്രയ്ക്ക് ദേഷ്യമാണ്. നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് മറ്റുള്ളവർ പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് മറക്കല്ലേ. ഇന്നലെ ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മള് പഴയ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പാടിയ പാട്ട് എന്നും പാടും. എന്റെ ഹിതം പോലെ അല്ലേ, നിന്റെ ഹിതം പോലെ മതി, എന്റെ ഹിതം ഒന്നും വേണ്ട, എന്റെ ഇഷ്ടവും വേണ്ട, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്നങ്ങ് പാടി തകർക്കും നമ്മൾ. പക്ഷെ കർത്താവ് ഞാൻ പോവാ, പുറകെ വരണേന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പോവാ. മോശ പ്രാർത്ഥിച്ച അങ്ങനല്ല, എനിക്ക് മുമ്പായിട്ട് പോണം, ഞാൻ പുറകെ വരാന്നാ. പക്ഷെ നമ്മൾ പറയുന്നത് ഞാൻ പോവാ, കർത്താവേ വരണേ, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോവാന്ന്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, എന്റെ കൂടെ വരണേ, എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണേ. നോ, പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. മറിയ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് കർത്താവ് പ്രവർത്തിച്ചു. ഇനിയും മരിച്ച് എല്ലാവരും വീട്ടിൽ പോയപ്പോൾ, ഒരുപക്ഷെങ്കിൽ ഞാൻ തനിച്ചായിരിക്കുമ്പോൾ, ഞങ്ങൾ 2 സഹോദരിമാർ തനിച്ചായിരിക്കുമ്പോൾ കർത്താവ് വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കാനായിരിക്കും. കാരണം ശിഷ്യന്മാർ തനിച്ചിരിക്കുമ്പോഴാണല്ലോ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്ത് അവർക്ക് ആശ്വാസമൊക്കെ കൊടുക്കുന്നേ. ഞങ്ങൾ തനിച്ചിരിക്കുമ്പോൾ കർത്താവ് വരുമായിരിക്കും. വന്നോ? ഇല്ല. 4 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് വന്നു. എല്ലാവരും കർത്താവിനെ എതിരേൽപ്പാൻ ആ നഗരവാതിൽക്കലിന്റെ അടുക്കൽ ചെന്ന് നിൽക്കുക. ആര് വരുന്നു? കർത്താവ് വരുന്നു. എല്ലാവർക്കും സന്തോഷം. പക്ഷെ ഏറ്റവും കൂടുതൽ ബൈബിള് പഠിച്ച, ഏറ്റവും കൂടുതൽ കർത്താവിനെ സ്നേഹിച്ച, ഏറ്റവും കൂടുതൽ കർത്താവിനോട് അടുത്ത് ഇടപഴകിയ ആര് മാത്രം പോയില്ല? പോയില്ല. അവൾ ഏകാന്തയായിട്ട് കഴിയുകയാണ്. ലോൺലിനെസ് ഡിപ്രഷനിലേക്ക് നയിച്ചു. ഡിപ്രഷൻ കർത്താവിനോടുള്ള ദേഷ്യത്തിലേക്ക് നയിച്ചു. ആ ദേഷ്യം, കർത്താവിന്റെ സാന്നിധ്യം പോലും അവൾ വെറുത്തു. ഇനി മീറ്റിംഗ് ഇല്ല, ആരാധനയില്ല, ഒന്നുമില്ല. അതൊരു വലിയ പ്രശ്നമായിട്ട് മാറി. കർത്താവിനറിയാം അവൾ വന്നില്ലെന്ന്. കർത്താവിന് പരുതേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ എല്ലാവരെയും നോക്കി, കർത്താവിനറിയാം അവൾ വന്നില്ലെന്ന്.
അവള് പിന്നെയും പ്രതീക്ഷിച്ചു, എല്ലാവരുടെയും കൂട്ടത്തിൽ എന്നെ കണ്ടില്ലെങ്കിൽ എല്ലാവരുടെയും കൂട്ടത്തിൽ എന്നെ കണ്ടില്ലെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? ആ പുരുഷാരത്തെ വകഞ്ഞു മാറ്റി നേരെ എന്റെ അടുക്കിലേക്ക് വന്ന് എന്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച്, മറിയേ നീ കരയണ്ട, ഞാൻ ഇപ്പോഴെങ്കിലും വന്ന് അതെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിച്ചു. പറഞ്ഞോ? വന്നോ? കർത്താവ് അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ചെന്ന് പറ. എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു വാക്യമാണ്. എന്താണ്? ആര് വന്നിട്ടുണ്ട്? ഉറക്കെ പറ. ടീച്ചർ വന്നിട്ടുണ്ടെന്ന്. നിന്നെ ദൈവവചനം പഠിപ്പിച്ച, ഞാൻ ആരാണെന്ന് തിരുവെഴുത്തിലൂടെ തെളിയിച്ചു തന്ന ആ ടീച്ചർ വന്നിട്ടുണ്ടെന്ന് അവളോട് പറ. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു, നീ എഴുന്നേറ്റേ പറ്റൂ. എന്നെ കേൾക്കുന്ന അനേക ദൈവമക്കളുണ്ട് ലോകമെമ്പാടും. വിഷാദിച്ച്, ഞരങ്ങി, വേദനിച്ച്, കർത്താവിനോട് പരാതി പറഞ്ഞ്, കർത്താവിനോട് പിണങ്ങി, മീറ്റിങ്ങിന് പോകാതെ, കർത്താവിന്റെ സാന്നിധ്യം പോലും വെറുത്ത് കഴിയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, യു ഹാവ് ടു സ്റ്റാൻഡ് അപ്പ്. എഴുന്നേറ്റേ പറ്റൂ. എഴുന്നേക്കണം. എഴുന്നേക്കാനുള്ളവനാ നീ. എഴുന്നേറ്റേ പറ്റൂ. മാറി മാറി വരുന്ന സാഹചര്യങ്ങൾ, എത്ര സാഹചര്യങ്ങൾ മാറിക്കൊള്ളട്ടെ, മാറാത്ത ഒരു കർത്താവ് നമുക്ക് ഉണ്ട്. സ്തോത്രം. മാറാത്ത സ്നേഹിതനാ നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് മാറുകയില്ല. ആ കർത്താവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് പ്രിയമുള്ളവരെ. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് 12 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങളാണ്. ദ അൺചേഞ്ച്ഡ് കവനന്റ് ഓഫ് ഗാഡ്. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. അൺചേഞ്ച്ഡ് കവനന്റ് ഓഫ് ഗാഡ്, അതായത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. സാഹചര്യങ്ങൾ മാറട്ടെ, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ദൈവത്തിന്റെ വചനം അത് നിറവേറുക തന്നെ ചെയ്യും. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് പ്രിയമുള്ളവരെ. ആ മാറ്റമില്ലാത്ത വചനത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നു. ഇത് നമ്മൾ പഠിക്കുന്നു. ഇത് നമ്മളുടെ ആശ്വാസത്തിന് കാരണമാണ്. എപ്പോഴും നമ്മളിത് വായിക്കുന്നു, അല്ലേ? നമ്മളിന്ന് ധൃതി വെച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും ഒരു സങ്കീർത്തനം എടുത്ത് വായിച്ചു. സങ്കീർത്തനം 65. എത്ര ശ്രദ്ധിച്ചു എന്ന് നമുക്കറിയത്തില്ല. നീ കട്ടകളെ ഉടച്ച് നിരത്തുന്നു. കട്ടകളൊക്കെ ഉണ്ടെന്നേ നമ്മുടെ ജീവിതത്തിൽ. അവൻ കട്ടകൾ ഉടച്ച് നിരത്തുന്ന ഒരു ദൈവമാണ്. അവൻ മഴയാൽ അതിനെ കുതിർക്കുന്നു. അവൻ അത് കുതിർക്കും. കട്ട ഉടച്ച് നിരത്തി അതിനെ കുതിർക്കും. എന്നാലേ സംവത്സരത്തെ അവൻ നന്മ കൊണ്ട് അലങ്കരിക്കൂ. നമുക്ക് തൃപ്തി തരത്തുള്ളന്നേ. അതുകൊണ്ട് എന്റെ ജീവിതത്തിലെ കട്ടകൾ എന്തിനാ? ദൈവവചന ശുശ്രൂഷ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, നമ്മൾ പണ്ടൊക്കെ പാടാറുള്ളത് പോലെ കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും നീ ഇന്ന് അങ്ങ് ഉടയ്ക്കണം, നീ ഒന്ന് തകർക്കണം. കട്ടിയുള്ള ഹൃദയങ്ങൾ, കട്ടിയുള്ള ചിന്ത. ദൈവവചനത്തിന് മാത്രമേ പാറയെ തകർക്കുന്ന ചുറ്റികയേക്കാൾ ശക്തിയുള്ള ഈ ദൈവവചനത്തിന് കഴിയും. രണ്ടാമത്തെ പ്രത്യേകത, തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഏത് തകർന്ന ഹൃദയത്തിനും ആശ്വാസം ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മൂന്നാമത്തെ പ്രത്യേകത, മൂന്നാമത്തെ വിഭാഗം, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം 23 മുതൽ ഉള്ള വാക്യങ്ങൾ, 23 മുതൽ അതിൻ്റെ ഏറ്റവും അവസാനം 28 വരെയുള്ള വാക്യങ്ങളിൽ ദ ചേഞ്ച്ലെസ് ക്യാരക്ടർ ഓഫ് ഗാഡ്. ഈ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ആ മാറാത്ത സ്വഭാവം. ദൈവത്തിന് മാറ്റമില്ല, ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല, ദൈവത്തിന് മാനസാന്തരമില്ല. പക്ഷെ ആര് മാറണം? നമ്മൾ മാറിയേ പറ്റൂ. നമ്മൾ മാറുന്നോണ്ട് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? മാറിയേ പറ്റൂ. നമ്മൾ മടങ്ങി വന്നേ പറ്റൂ. നമ്മൾ മാറിയേ പറ്റൂ പ്രിയമുള്ളവരെ. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പിന്നീടൊരു ഔട്ട്ലൈൻ ഞാൻ പറയുകയുണ്ടായി, ദ അഫ്ലിക്റ്റഡ് ബട്ട് ഫുൾ ട്രസ്റ്റ്. ഈ സങ്കീർത്തനം അതാണ് പറയുന്നത്. നമ്മൾ രോഗി അല്ലെങ്കിൽ നമ്മൾ അഫ്ലിക്റ്റഡ് ആണ്. നമ്മൾ ക്രൈസിസിലൂടെ അല്ലെങ്കിൽ നിർണായക ഘട്ടങ്ങളിലൂടെ ഞാൻ നിങ്ങളും കടന്നു പോകുന്നവരാണ്. എന്നാൽ അവിടെയും നമുക്ക് കർത്താവിനോട്
നമ്മുടെ സങ്കടം ബോധിപ്പിച്ച് കരയാൻ നമുക്ക് കഴിയും. അല്ലെ, നമ്മുടെ വേദനകൾ പങ്കുവെക്കാനായിട്ട് സാധിക്കും. നമുക്ക് എത്ര വലിയ വേദനകൾ വന്നുകൊള്ളട്ടെ, നമ്മുടെ കർത്താവിനോട് നമുക്ക് പറയാനായിട്ട് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എപ്പോഴും നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നമുക്ക് പകരാനിടയായി തീരണം. ജസ്റ്റ് നമ്മുടെ ഹൃദയം പകരുവാൻ നമുക്ക് ഇടയായി തീരണം. ആ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ ഭാഗമെന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള, ഞാൻ ചില വാക്യങ്ങൾ പറയാം, അത് പിന്നീടാണെങ്കിലും നിങ്ങളത് നോട്ട് ചെയ്തുകൊള്ളുക. ചില വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെയൊക്കെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അതെന്തുമായിക്കൊള്ളട്ടെ, അതൊരു പക്ഷെങ്കിൽ നമ്മളെ നിരാശയിലേക്ക് നയിച്ചെന്ന് വരാം. നമ്മൾ മൈൻഡ് ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഏകാഗ്രത കൊടുക്കുന്ന, മൈൻഡ് കൊടുക്കുന്ന, അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടി, എൻ പ്രാണനാഥൻ എന്ന് വരും, ഇല്ലേ? പാട്ടുകാരൻ പാടുന്നതാ, എന്റെ പ്രാണനാഥൻ, എന്റെ നാഥനാ, പക്ഷെ എന്റെ പ്രാണനാ എന്റെ കർത്താവ്, എൻ പ്രാണനാഥൻ. അങ്ങനെയുള്ള എത്രയോ പാട്ടുകൾ. ആ കർത്താവിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ് നമ്മളെ എങ്ങോട്ട് നയിക്കുന്നത്? ഈ ഏകാന്തതയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞാൽ മതി പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ വിചാരിക്കും കർത്താവിൻ്റെ സാന്നിധ്യം എന്നെ വിട്ടുപോയി, കർത്താവിൻ്റെ ആ പേഴ്സണലായിട്ടുള്ള ആ ഒരു സാന്നിധ്യം എന്നെ വിട്ടുപോയെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നോ, വിട്ടുപോകത്തില്ലെന്നേ. നമ്മളാണ് അകന്നു പോകുന്നത്. കർത്താവ് നമ്മളെ വിട്ടു പോകത്തില്ല, പക്ഷെ കർത്താവിൽ നിന്നും നമ്മൾ അകന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഒരിക്കലും നമ്മൾ കർത്താവിൽ നിന്ന് പോകരുത്, കർത്താവിലോട്ട് വരിക. ചില വാക്യങ്ങൾ വായിക്കണ്ട, ആ വാക്യം എഴുതി മുമ്പോട്ട് പോവുക. 27-ാം സങ്കീർത്തനം അതിന്റെ 9 മുതൽ അല്ലെങ്കിൽ 9, 10 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഏത് കണ്ണുനീരിന്റെ നടുവിലും നമുക്ക് നോക്കാൻ ഒരു മുഖമേ ഉള്ളൂ. ആരുടെയാ? നമ്മുടെ കർത്താവിന്റെ. ഇസ്രായേൽ മക്കളോട് പറയുന്നത്, വെള്ളി ഊതിക്കഴിക്കും പോലെ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുക? ഊതിക്കഴിക്കുകയാ. ഇനിയും സ്വർണം ഊതിക്കഴിക്കുന്നത് പോലെ എന്നുള്ളതിനേക്കാൾ ഈ വെള്ളിക്കൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സ്വർണം ഊതിക്കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര തീ അങ്ങോട്ട് കൂട്ടിവെച്ച് നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാം. എത്രയും തീ കൂടുന്നു അത്രയും അത് പൊന്ന് ശോഭയേറി വരികയാണ്. പക്ഷെ വെള്ളി അങ്ങനല്ല. വെള്ളി ഒരു നിശ്ചിത താപം കഴിയുമ്പോൾ ആ വെള്ളിയുടെ സ്വഭാവം മാറും. അതിന് പറയുന്ന കറക്കൻ വെള്ളിയാകുമെന്ന് പറയും. വെള്ളി കറുത്തു, വെള്ളി കറക്കൻ വെള്ളിയായിപ്പോകും, പിന്നെ അതിനെ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. പക്ഷെങ്കിൽ വെള്ളി ശുദ്ധീകരിക്കുന്ന എങ്ങനെ? മലാക്കി പ്രവാചകൻ പറയുന്ന അങ്ങനെയാ, വെള്ളി ശുദ്ധീകരിക്കുന്ന പോലെ ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ ഞാൻ തട്ടാനോട് തന്നെ ചെന്ന് ചോദിച്ചു, ഇത് എന്താ ഈ സംഭവം എന്ന് ചോദിച്ചു. ബൈബിൾ ഡിക്ഷണറി അപ്പം അതിൽ നേരിട്ടങ്ങ് ചോദിച്ചാൽ എളുപ്പമുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ്, ആ വെള്ളി ശുദ്ധി ചെയ്യുമ്പോൾ കണ്ണു മാറ്റത്തില്ല, നേരെ ആ പാത്രത്തിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അതിനെ ഇങ്ങനെ ഇളക്കി മറിച്ച് തീ കൂട്ടി പെട്ടെന്ന് തീ ഓഫ് ചെയ്യും. ഞാൻ ചോദിച്ചപ്പോഴേ തീ ഓഫ് ചെയ്യുന്നേ? അപ്പൊ പറഞ്ഞു, ആ വെള്ളിക്കകത്ത് എൻ്റെ മുഖം കാണണം. ആ വെള്ളിയിൽ എൻ്റെ മുഖം കാണത്തക്ക രീതിയിൽ അതൊരു ഗ്ലാസ് പോലെ, ഒരു മിറർ പോലെയായി മാറുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആകും, തീ നിർത്തും. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത പോകുമെന്നറിയാമോ? എൻ്റെ കർത്താവിൻ്റെ മുഖം, എൻ്റെ കർത്താവിൻ്റെ ശോഭ, എൻ്റെ കർത്താവിൻ്റെ തേജസ്, എൻ്റെ കർത്താവിൻ്റെ രൂപം, എൻ്റെ കർത്താവിൻ്റെ സ്വഭാവം എന്നിൽ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. അതുവരെ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാ കഷ്ടത പെരുകുക നമ്മുടെ ജീവിതത്തിൽ. കഷ്ടത പെരുക്കുന്ന ഒരു ദൈവമാണെന്നേ നമ്മുടെ ദൈവം. കഷ്ടത കുറച്ചു തരുന്ന ദൈവമല്ല, ജാഗ്രത പെരുക്കുന്ന ദൈവം, കഷ്ടതയും പെരുക്കുന്ന ഒരു ദൈവമാണ്. അതുപോലെ തന്നെ റോമാലേഖനം 8-ാം അധ്യായം 38-39 വാക്യങ്ങളിൽ മരണത്തിനോ ജീവനോ ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ താഴ്ചകൾക്കോ വാഴ്ചകൾക്കോ ഒന്നിനും ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വേർപിരിപ്പാൻ കഴിയത്തില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. യെശയ്യാ പ്രവചനം 58-ന്റെ 11-ാമത്തെ വാക്യം. നമ്മൾ ആ ഒരു ഡീപ് സോറോയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു കൊള്ളുക. 1 പത്രോസ് 2-5 നമ്മൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ നമ്മളെ അടുക്കി വെച്ചിരിക്കുകയാണെന്നേ. ഒരു കല്ലിന് എല്ലാ കല്ലുകളോടും ബന്ധപ്പെടാൻ പറ്റത്തില്ല. കല്ലടുക്കുമ്പോൾ
ആ കല്ലിനോട് ചേരുന്ന ചില കല്ല് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അടുക്കി വെക്കത്തുള്ളന്നേ. തൊട്ട് മേളില് അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാം. അതൊന്നും ആലോചിച്ച് നോക്കിയേ. എന്റെ സങ്കടം കേൾക്കാൻ പറ്റിയ ആളിനെ എന്നോട് ചേർത്ത് തമ്പുരാൻ നിർത്തിയിട്ടുണ്ടെന്നേ. എന്റെ വേദന അറിയാൻ, എന്റെ പ്രയാസം അറിയാൻ എനിക്ക് ചേരുന്ന കല്ലിനെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതാ ഇന്നലെ പറഞ്ഞ ഭക്തന്മാരാം സഹോദരർ, വിളക്ക് പോൽ എൻ്റെ കൂടെയുണ്ട്. എനിക്ക് കണ്ണു കാണാതിരിക്കുമ്പോൾ, അന്ധകാരമാകുമ്പോൾ വിളക്ക് പോലെ എൻ്റെ കർത്താവ് എനിക്ക് കൂട്ടു സഹോദരങ്ങളെ തന്നിട്ടുണ്ട്. അന്യോന്യം ഭാരങ്ങളെ ചുമക്കുന്നവരായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ 6 കുരികിലുകളെ കുറിച്ച് വാക്യം പറയാം, പിന്നീട് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോണം. 84 സങ്കീർത്തനം 3 വാക്യം എല്ലാവർക്കും അറിയാം. യാഗപീഠത്തിൽ വീട് കണ്ടെത്തിയ, കൂടല്ല വീട്. കുരികളിന് എന്തിനാ വീട്? യെസ്, ഒത്തിരി പറയണമെന്നുണ്ട്. യാഗപീഠത്തിൽ വീട് കണ്ടെത്തിയ ഒരു കുരികിലാണ് ഞാനും നിങ്ങളും. മറക്കരുത്. ആ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന 8, 18 അല്ല 8, 81, 84 സങ്കീർത്തനം എഴുതിയിരിക്കുന്ന രാഗം ഗദ്യരാഗത്തിലാ, കൊയ്ത്തിന്റെ താളത്തിലാ. അപ്പൻ മരിച്ചു, ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങി വന്നു. കൊയ്ത്തിന്റെ താളത്തിൽ പാട്ട് പാടാൻ പറ്റുമോ? എന്താ കൊയ്ത്തിന്റെ താളം? ആർപ്പിന്റെ താളം, 4x4. നമ്മളൊക്കെ നമ്മൾ വേദന അനുഭവിക്കുമ്പോൾ ശോകാന്തകാരങ്ങളിൽ, ഏകാന്ത നേരങ്ങളിൽ അതൊക്കെ ഇങ്ങനെ താഴേക്കിടയിലുള്ള പാട്ടാണ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആണ്. പക്ഷെ 4x4 പാട്ട് പാടാൻ ദൈവം നമ്മുടെ കഷ്ടതകൾ ഇടയാക്കുന്നെങ്കിൽ, ഓ സ്തോത്രം. ഗദ്യരാഗത്തിൽ സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം. തിരുനിവാസത്തിന്റെ ആ കാഴ്ച കാണാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഈ വേദനയുടെ അനുഭവത്തിലൂടെ. പിന്നെ മത്തായി 10:29 ലൂക്കോസ് 12:6-7 ഒരു കാശിന് എത്ര കുരികിലാ? 2 കുരികിൽ. ലൂക്കോസ് പറയുന്നത് 2 കാശിന് 5 കുരികിൽ. അപ്പൊ എന്ന് പറഞ്ഞ 4 എണ്ണം മേടിച്ചാൽ വിലയില്ലാത്ത കുരികിൽ ഫ്രീ. കൊണ്ടുപോയി, എങ്ങനെയും കൊണ്ടുപോകും അല്ലേ? പറഞ്ഞില്ലേ, ഒന്ന് ഒഴിവാക്കി തരാമോ? ഒരു വിലയില്ലെന്നേ. നമ്മളൊക്കെ ആരോഗ്യമുള്ളപ്പോൾ ഒത്തിരിയൊക്കെ ശുശ്രൂഷ ചെയ്തതാ. ഇപ്പം ഏറ്റവും സൈഡിലായിട്ടൊരു കസേര, പച്ച ഇവിടെ ഇരുന്നു മതി, ഒത്തിരി ശുശ്രൂഷകളൊന്നും ചെയ്യണ്ട, ഞങ്ങൾ ബാക്കിയൊക്കെ ചെയ്തോളാം. മാറ്റി ഇരുത്തുമെന്ന് കേട്ടെ, യാതൊരു അംശമില്ല. മാറ്റും. വിലയില്ലാത്തവരായിട്ട് നമ്മളെ കാണും. ഏകാന്തത നമ്മുടെ ജീവിതത്തിൽ വരാം. പിന്നെ ഹോശേയ പ്രവചനം 11:11 ഒരു കുരികിലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ പക്ഷിന്നോ ഒക്കെ ആയിരിക്കും നമ്മുടെ ട്രാൻസ്ലേഷനുകളിൽ ഒറിജിനൽ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആ ട്രാൻസ്ലേഷൻ വരുമ്പോൾ സ്പാരോ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇടറി വിറയ്ക്കുന്ന ഒരു കുരികിൽ. പഠിച്ചോണേ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു പക്ഷെങ്കിൽ നമ്മൾ ഇടറി വിറച്ച് കരഞ്ഞ് നിലവിളിച്ച് തമ്പുരാന്റെ അടുക്കിലേക്ക് വരേണ്ട ഒരു കുരികിലായിരിക്കാം. ട്രംബ്ലിംഗ് ലൈക്ക് സ്പാരോ. കുരികിൽ വിറയ്ക്കുന്ന പോലെ വേറെ ഒരു പക്ഷിയും വിറയ്ക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ വിറയ്ക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോ, കുരികിൽ വിറയ്ക്കുന്നത് പോലെ വിറച്ചും കൊണ്ട്. പിന്നീട് ഉണ്ട് സദൃശവാക്യം 26:2 നമ്മൾ വായിക്കുന്നുണ്ട്. സദൃശവാക്യം 26:2 ലൈക്ക് എ ഫ്ലട്ടറിംഗ് സ്പാരോ എന്ന് പറഞ്ഞാൽ പാറിപ്പോകുന്ന കുരികിൽ. ഞാൻ ചിന്തിച്ചു, എന്താ ഈ പാറിപ്പോകുന്ന കുരികിൽ? പുതിയ നിയമത്തിൽ ഒരിടത്ത് ആ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാമോ ഇവിടെ? പാറിപ്പോകുന്ന അവസ്ഥ വരും. അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും ഒടുവിൽ തൻ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തന്റെ ജീവിതം അവസാന നിമിഷങ്ങളിലേക്ക് വരികയാണ്. അവർക്ക് പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് കപ്പൽ പുറപ്പെടുവിക്കരുത്. പക്ഷെ കപ്പൽ ഉടമസ്ഥന്റെയും മാലുമിയുടെയും വാക്കുകൾ കേട്ട് കപ്പൽ പുറപ്പെടുവിച്ചു. അവർക്ക് വടക്കോട്ടാണ് പോകേണ്ടത്. അപ്പോൾ തെക്കൻ കാറ്റ് മന്ദമായിട്ട് ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. തെക്കൻ കാറ്റ് മന്ദമായിട്ട്, ഇപ്പൊ ഊതിക്കൊണ്ടിരിക്കുന്ന തെക്കൻ കാറ്റ മന്ദമായിട്ട് ഊതിക്കൊണ്ടിരിക്കുക. താല്പര്യം സാധിച്ചു തോന്നി. നിമിഷ നേരം കൊണ്ടാണ് ഈശാനമൂലൻ ആഞ്ഞടിച്ചത്. ഒത്തിരി സമയമൊന്നും വേണ്ട. ഈശാനമൂലൻ എന്താ? ഈശാനമൂലൻ ആ പുള്ളി ഇന്ന് വരെ ഒരു പിടുത്തവും കിട്ടിട്ടില്ല.
ദാറ്റ് ഈസ് ദ നോർത്ത് ഈസ്റ്റ് വിൻഡ്. തെക്കുന്ന് കാറ്റ് വരുന്നു, എനിക്ക് വടക്കോട്ട് പോകണം. കാറ്റിന്റെ പേര് നോർത്ത് ഈസ്റ്റ് വിൻഡ്. വടക്കൂന്നും കിഴക്കൂന്നും കൂടെ വരുന്ന കാറ്റിനാണ് ഈശാനമൂലൻ എന്ന് പറയുന്നത്. ആലോചിച്ചേ, തെക്കൻ കാറ്റ് മന്ദമായിട്ടൂതുന്നു, വടക്കൂന്നും കിഴക്കൂന്നും കാറ്റ് വരുന്നു, ഞാൻ എങ്ങോട്ട് പോകും? ആലോചിച്ചാലൊന്നും കിട്ടത്തില്ല. വീട്ടിൽ പോയി ആവശ്യം പോലെ ആലോചിച്ചു എന്ന് പറഞ്ഞാൽ നീർച്ചുഴിയിൽ കിടന്ന് വട്ടമിട്ട് കറങ്ങും നിന്റെ കപ്പൽ. പൗലോസ് പറയുക, ലൂക്കോസാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞങ്ങൾ കൈവിട്ട് പാറിപ്പോയി. കൈവിട്ട് പാറിപ്പോകുന്ന ചില അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അവിടെയും തമ്പുരാൻ അടുക്കൽ വന്നതെന്ന് പൗലോസിനോട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നോട് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ കർത്താവ്. പൗലോസേ, നീ ഭയപ്പെടരുത്. പേര് വിളിച്ച് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്നേ. പൗലോസേ, നീ ഭയപ്പെടരുത്. ഇനിയും നിനക്ക് ശുശ്രൂഷയുണ്ടെന്ന്, ഇനിയും എനിക്ക് നിന്നെ ഉപയോഗിക്കണം. എഫേസ്യ ലേഖനം എഴുതാൻ കിടക്കുന്നു, ഫിലിപ്പ് ലേഖനം എഴുതാൻ കിടക്കുന്നു, കൊലോസ്യ ലേഖനം എഴുതാൻ കിടക്കുന്നു, ഫിലേമോന്റെ ലേഖനം എഴുതാൻ കിടക്കുന്നു. ആ ലേഖനത്തിന് കാരണമായവൻ ഓടി ജയിലിൽ വന്ന് കിടപ്പുണ്ട്, നിന്റെ വരവും കാത്ത്. അവിടെ എഴുതണം. ഇനി ജയിലിൽ നിന്ന് ഇറങ്ങി എത്രയോ സ്ഥലങ്ങളിൽ പോവാൻ കിടക്കുന്നു. തിമോത്തിയോസിന് ഒന്നാമത്തെ ഒരു ലേഖനം എഴുതണം, പോരാ, രണ്ടാമത്തെ ഒരു ലേഖനം കൂടെ എഴുതണം. ലുസ്ത്രയിൽ വെച്ച് തന്നെ മരിച്ചവനെ പോലെ നഗരത്തിന്റെ പുറത്ത് വലിച്ചോണ്ടുപോയി മരിച്ചു കളഞ്ഞു. പക്ഷെങ്കിൽ ശിഷ്യന്മാർ ചുറ്റി നിൽക്കയിൽ താൻ പിന്നെയും വന്നു. രാത്രി കഴിച്ചിട്ട് പിറ്റേന്നാൾ ദർബയ്ക്ക് പോയെന്ന്, പിറ്റേന്നാൾ അടുത്ത സ്ഥലത്തേക്ക് പോയി ക്രിസ്തുവിനെ പ്രസംഗിച്ചെന്ന്. നമ്മളായിരുന്നെങ്കിലും 6 മാസം ലീവ് എടുത്തേനെ. 6 മാസം മിനിമം. പിറ്റേന്നാൾ ആ മനുഷ്യൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ, ഇത്രയും കർത്താവിന് വേണ്ടി ശക്തിയായിട്ട് ശോഭിച്ച മനുഷ്യൻ പറയുക, ഞങ്ങൾ കൈവിട്ട് പാറിപ്പോയി. കൈവിട്ടു പോകുന്ന ചില നിമിഷങ്ങൾ ഏതു ഭക്തന്റെയും ഭക്തയുടെയും ജീവിതത്തിൽ വരാം. ഒടുവിലത്തെ കുരുവിലാണ് വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകൾ. അപ്പോൾ നമ്മളെ കർത്താവ് തനിച്ച് ആക്കും, കിട്ടും, തനിച്ചാക്കും. പക്ഷെ ഒരിക്കലും കർത്താവിനോട് മറുതലിക്കാനോ കർത്താവിനോട് എതിർത്ത് പറയാനോ. പക്ഷെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എൻ്റെ സങ്കടത്തെ പകർന്നെന്നാണ്. പക്ഷെ അത് കംപ്ലൈൻ്റ് ആണ് കേട്ടോ, കംപ്ലൈൻ്റാ. പറയാം, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നീ എന്നോടുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ, നീ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ, നീ എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. എത്രയോ പരാതികൾ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. വരുന്നാളുകളിൽ ഈ ചിന്തകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിന്, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിന് ഏറ്റവും പ്രയോജനപ്രദമായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്നേഹമുള്ള സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ തിരുവചനത്തിന് മുമ്പിൽ ഇരിക്കുവാനും ഞങ്ങളുടെ കർത്താവെ അവിടെ ഞങ്ങളോട് സംസാരിക്കുവാനും ഇടയായതോർത്ത നന്ദിയോടെ സ്തോത്രം. വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുക്ക് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പലതും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്, കണ്ണുനീരുകൾ തുടയ്ക്കുന്നത് ഞാൻ അറിയുന്നുവെന്ന് പാട്ടുകാരൻ പറയുന്നത് പോലെ ഞങ്ങളെ കഷ്ടത്തിൻ്റെയും വേദനയുടെയും ഭാരത്തിൻ്റെയും മധ്യത്തിൽ ആശ്വസിപ്പിക്കുകയും
വഴി നടത്തുകയും ചെയ്യുന്ന സ്നേഹനിധിയായ ഒരു കർത്താവിനെ ഇന്ന് രാവിലെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരച്ചു തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വേറിയ ദാസനെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച കൃപയ്ക്കായി സ്തോത്രം. ശാരീരികമായി താൻ പലപ്പോഴും ക്ഷീണിതനായി തീർന്നിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വലിയ വചനം, ആ തിരുവചനം ഹൃദയത്തിൽ നിന്ന് ഉയരുവാനും വായുകൊണ്ട് സംസാരിക്കുവാനും ഇടയായതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വരുന്ന നാളുകളിലും കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഇടയാക്കി തീർക്കുമുണ്ടാകണമേ. ഇന്ന് തിരുവചനം കേൾക്കുവാൻ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടിയും നന്ദിയോടെ സ്തോത്രം. ഉള്ള തൃപ്തിയോടുകൂടെ നിറഞ്ഞ ഹൃദയത്തോടുകൂടെ തിരുവചനം ലഭിച്ചതോർത്ത് സ്തോത്രം. കടന്നു പോകുമ്പോഴും തനിയായിരിക്കുമ്പോഴും ആ തിരുവചനം ഞങ്ങൾ ധ്യാനിക്കുവാൻ ഇടയാക്കി തീർക്കണമേ. ഞങ്ങളുടെ കഷ്ടത്തിൽ കൂടെ ഇരിക്കുന്ന കർത്താവിനായിട്ട് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോടെ കടന്നു പോകട്ടെ. ഇന്ന് വൈകുന്നേരം വരെയുള്ള ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. പ്രകൃതിയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതുകൊണ്ട് സ്തോത്രം. സകല മഹത്വവും അവിടത്തേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ചവർ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മ സഹവാസവും നമ്മേവരോടും കൂടെയും വിശേഷാൽ ദൈവത്തിൻ്റെ വലിയ വചനം സംസാരിക്കാൻ ദാസനോടുകൂടെയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.